Hello guys, this is Sajil and welcome back to another episode of Sajil's Tech Center. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സർവീസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചത് എങ്ങനെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് ലീഗലായിട്ട് വിൽപ്പന നടത്താൻ പറ്റുന്ന കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. അതിൽ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൽ എങ്ങനെ നമുക്ക് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ AI ഇമേജസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതെങ്ങനെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഇപ്പോൾ ഷട്ടർ സ്റ്റോക്ക് പോലുള്ള ഫോട്ടോ സെല്ലിംഗ് വെബ്സൈറ്റിലൊന്നും AI റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് അവർ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്ലോഡ് ചെയ്താൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യും. പക്ഷേ ഇതൊരു AI എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താണ്, ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് അടിക്കുമ്പോൾ ഇമേജസ് ആയിട്ട് വരുന്നു. പക്ഷേ അതല്ല, അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ്, അതായത് ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോംപ്റ്റ് ആണ്. ഈ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് കുറച്ച് ഐഡിയ വേണം. ഇതുപോലുള്ള പ്രോംപ്റ്റുകൾ, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജസ്, അതായത് ഒറിജിനൽ വെല്ലുന്ന ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ AI സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പ്രോംപ്റ്റുകൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ പ്രോംപ്റ്റിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു ഐഡിയ വേണം. അതായത് ഇപ്പോൾ ഒരു ഇമേജ് നമുക്ക് വേണം, അതിന് ഫോട്ടോ, റിയലിസ്റ്റിക്, ഡിജിറ്റൽ, ഇങ്ങനെ പല പല ടേംസുകളുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ, ഇപ്പോൾ ഒരു ക്ലയന്റ് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് തന്നെ ടൈപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ അയാൾക്ക് ആ ക്വാളിറ്റിയിലുള്ള പ്രോംപ്റ്റുകൾ കിട്ടുള്ളൂ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇമേജസ് ഒന്നും സെല് ചെയ്യാൻ പറ്റില്ല. മറിച്ച് പ്രോംപ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഹൈ ക്വാളിറ്റി ഇമേജസ് കിട്ടണമെങ്കിൽ അത് ആ രീതിയിലുള്ള ഹൈ ക്വാളിറ്റി പ്രോംപ്റ്റുകൾ നമ്മൾ അതിന് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഇമേജസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഐഡിയയും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ AI ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ AI ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. അതും ഇപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമിനൊക്കെ ഇപ്പോൾ AI ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ എപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസുകൾ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതുപോലുള്ള ഇമേജസുകൾ നമുക്ക് വിൽപ്പന നടത്താൻ ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകൾ നമുക്കെങ്ങനെ ലീഗലായിട്ട് വിൽക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് fineartamerica.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജസുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം റേറ്റ് നിങ്ങൾക്ക് കാണാം, $62, $24 ഒക്കെയാണ്. ഇതുപോലെ ഇമേജുകൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനുവേണ്ടി ആകെ ചെയ്യേണ്ടത്, ആദ്യം ഫൈൻ അമേരിക്ക എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ ആർട്ടിസ്റ്റ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൺട്രി ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ ഗൂഗിളിലുള്ളത് കാരണം ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് കൺട്രി ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ ഇന്ത്യ. ദെൻ ഇവിടെ നിന്നിട്ട് IN സെലക്ട് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ സെൻഡ് പാസ്കോഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാസ്കോഡ് വന്നിട്ടുണ്ടാവും, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പേജ് കാണാം. യുവർ ആർട്ടിസ്റ്റ് അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് ആൻഡ് യുവർ ടെമ്പററി പാസ്വേഡ് ഹാസ് ബീൻ ഇമെയിൽ ടു യു. നമ്മളുടെ ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ടെമ്പററി പാസ്കോഡ് വന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എനിക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ ഏകദേശം 5 അക്കൗണ്ട് വരെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ മെയിൽ ID-യിലേക്ക് പോവുക, അതിൽ നിന്നുള്ള പാസ്വേഡ് ഇതിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടത്. ഓക്കെ, ദെൻ ലോഗിൻ. ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഇമേജും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ റിട്ടേൺ ടു കൺട്രോൾ പാനൽ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫോർമാറ്റെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. JPEG, JPEG അല്ലെങ്കിൽ PNG ആയിരിക്കണം. മാക്സിമം സൈസ് എന്ന് പറയുന്നത്
25 MB ആയിരിക്കണം. അതുപോലെ ഇമേജിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും യാതൊരു ലിമിറ്റുമില്ല. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻലാർജ് ചെയ്ത ഇമേജ് പറ്റില്ല, അതുപോലെ തന്നെ ഇതുപോലെ കമ്പയർ ചെയ്ത ഇമേജൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന 2-3 ഇമേജ് ഉണ്ട്, അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇത് ഞാനിപ്പോൾ AI യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത ഇമേജാണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എങ്ങനെ AI ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്ലിപ്പ് ഡ്രോപ്പ് വെച്ചിട്ടെന്ന്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല AI ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം AI ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രോംപ്റ്റും മറ്റു കാര്യങ്ങളും. നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഇമേജിൻ്റെ ടെക്സ്റ്റ് ഞാൻ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓരോ ഇമേജ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഒരു സെയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ ലഭിക്കാൻ ഏകദേശം 30 ദിവസത്തോളം എടുക്കും. കാരണം റിട്ടേൺ പോളിസി, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഉണ്ടാവുമല്ലോ ഫ്ലിപ്കാർട്ടിലൊക്കെ പോലെ, അതുപോലെ തന്നെ ഇതിലും റിട്ടേൺ പോളിസിയൊക്കെ ഉണ്ട്. കാരണം ഒരു പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ ആ ഒരു ഡിസൈൻ വിൽപ്പന നടത്തുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും കാണിച്ചിട്ടില്ല, സർട്ടൺ പെർസെൻറ്റേജാണ് ഇതിൽ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം 30 ഡേയ്സ്, അതിപ്പോൾ ഏതൊരു വെബ്സൈറ്റിലായാലും കുറച്ച് ഇപ്പോൾ പ്രോഡക്റ്റ് അഫിലിയേറ്റ് പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്ന സൈറ്റൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 30 ഡേയ്സ് ആയിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് വരുന്നത്. ഒരു സെയിൽ നടന്നാൽ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു എക്സാമ്പിൾ. നമ്മളിപ്പോൾ 17 ഒക്ടോബറിന് ഒരു സെയിൽസ് നടത്തി എന്ന് വിചാരിക്കുക. ഏകദേശം നവംബർ 15 ആയിരിക്കും നമ്മളുടെ ഇതിലേക്ക് സെയിൽസിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ അത്രയും അവരുടെ റിട്ടേൺ പോളിസി അനുസരിച്ചായിരിക്കും അതിൻ്റെ എമൗണ്ട് നമ്മളിതിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്സും കോൺടെസ്റ്റും ഇവൻറ്റും എല്ലാം ഉണ്ട്. അതിലെല്ലാം ഗ്രൂപ്പ്സിലെല്ലാം മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിനെല്ലാം കൂടുതൽ എക്സ്പോഷർ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. റോഡ് ടു സെൽഫ് പ്രൊമോഷൻ, വുമൺ ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ നമ്മളുടെ ആർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണെന്ന് നോക്കുക. എന്നിട്ട് അതിലെല്ലാം മാക്സിമം ജോയിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പങ്കെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രോഗ്രാമും ഇതിൽ അവൈലബിൾ ആണ്. അതെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ക്ലിപ്പ് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ക്ലിപ്പ് ഡ്രോപ്പ് അറിയാത്ത ആളുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പെട്ടെന്നൊന്ന് കാണിച്ചു തരാം അതിലെ ഇമേജ് ക്രിയേഷൻ എങ്ങനെയെന്ന്. ഇപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ട ആളുകൾക്ക് ഞാൻ ഒരുപാട് പ്രോംപ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് മെയിൽ വഴി. അതുപോലെ ഒരുപാട് പ്രോംപ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. 1 by 1 ആയിട്ട് ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ആ പ്രോംപ്റ്റുകളെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്നിട്ട് ഫോട്ടോഗ്രാഫിക്കാണ് നമ്മൾ എടുക്കുന്നത്. ആസ്പെക്ട് റേഷ്യോ എല്ലാം ഇൻബിൽട്ട് ആയിട്ടുള്ളത് തന്നെ മതി. ദെൻ ജനറേറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഒരു പ്രോംപ്റ്റാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രോംപ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർമാർക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ഡ്രോപ്പിൽ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വന്നിട്ട് ഒരു അപ്സ്കെയിൽ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് അപ്സ്കെയിലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഒരു പ്രാവശ്യം ഫ്രീ ആയിട്ട് അപ്സ്കെയിൽ ചെയ്യാൻ സാധിക്കും. പെയ്ഡ് വേർഷൻ ആണെങ്കിൽ 16 ഇരട്ടിയോളം സൈസ് വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഓൾറെഡി അപ്സ്കെയിൽ ചെയ്തതാണ്, ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടും. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് അപ്സ്കെയിൽ ചെയ്ത ഇമേജാണ്. നമ്മളിപ്പോൾ റിയൽ സൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല വലിയൊരു ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്സ്കെയിൽ ചെയ്ത് എടുക്കുക ഇമേജുകൾ മാക്സിമം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ആക്സെപ്റ്റൊക്കെ ചെയ്യും. പക്ഷേ കൂടുതലും സൈസ് കൂടുതലുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിലെങ്ങനെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഇമേജസ് ആണ്. നമുക്കിപ്പോൾ ഒറ്റ ഇമേജ് ആണെങ്കിൽ ഇതുപോലെ സാധാരണ രീതിയിൽ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഒരേ സീരീസിലുള്ള കളക്ഷൻസ്, ഞാനിപ്പോൾ ഇതൊരു കളക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് യൂണിക്കോൺ ഇൻ ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞിട്ട് 4 ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് വിൽപ്പന നടത്താൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം.
യൂണിക്കോൺ. ഇത് ഞാൻ കംപ്ലീറ്റ്ലി നമ്മുടെ ക്ലിക്ക് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. ഇപ്പോൾ ആരെങ്കിലും ഈ പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കും. ക്യാൻവാസ് പ്രിൻ്റ് ആണെങ്കിൽ $42, അതുപോലെ തന്നെ ഫ്രെയിംഡ് പ്രിൻറ്റ് $68. ഓരോ കാറ്റഗറീസിലുള്ള ഈ പ്രിൻ്റ് വെച്ചിട്ട് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഇവിടെ ഫിക്സ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളുടെ മറ്റുള്ള കളക്ഷൻസും താഴെ കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കളക്ഷൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു ഇമേജ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ പേജിൽ, അതായത് സെറ്റിങ്സിൽ വന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സീരീസിലുള്ള ഒരു ഇമേജ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്ലോഡ് ഇമേജ്. ഇനി നമുക്ക് ഇതിൽ ആർട്ടിസ്റ്റ് നെയിം, നമ്മളുടെ നെയിം തന്നെ ഇവിടെ വരും. അതുപോലെ തന്നെ ടൈറ്റിൽ ഒരെണ്ണം കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊന്നും കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് നമ്മുടെ ചാറ്റ് GPT വന്നിട്ട് ഏകദേശം ഈ ഒരു ഇമേജിൻ്റെ കീവേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതുപോലൊരു കീവേഡാണ് കൊടുത്തത്. ലേഡി വിത്ത് റോസസ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തപ്പോൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക ആ ഒരു ടൈറ്റിൽ, എന്നിട്ട് ഇവിടെ ടൈറ്റിൽ സെക്ഷനിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ്. ഞാനിപ്പോൾ ബ്യൂട്ടി, റോസസ് ഇങ്ങനെയുള്ള കീവേഡ്സ്, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് ബേസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയോ ഉൾപ്പെട്ടിട്ടുണ്ട് ആ എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു കീവേഡ്സ് ജസ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ അത്യാവശ്യം കുറച്ച് കീവേഡ്സ് കൊടുക്കുക. ഇനി ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാറ്റ് GPTയിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു കീവേഡ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ആർട്ടിക്കിൾ പോലെ ടെക്സ്റ്റ് അവിടെ വരും. അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ താഴെ ആർട്ട് വർക്ക് കാറ്റഗറി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഡിജിറ്റൽ ആർട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ബാക്കിയൊന്നും നിങ്ങൾ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, ഇതെല്ലാം ഓട്ടോമാറ്റിക് താഴെ വരും. ഇത് നമ്മളുടെ ആ ആർട്ട് വർക്ക് വെച്ചിട്ട് ഇവർക്ക് എന്തൊക്കെ കസ്റ്റമേഴ്സിന് വിൽപ്പന നടത്താൻ പറ്റും എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ബാഗ്, അതുപോലെ തന്നെ മൊബൈൽ കവർ, ടീഷർട്ട്സ്, ഇതെല്ലാം ഇവർ ഈ നമ്മളുടെ ആർട്ട് വർക്ക് വെച്ചിട്ട് വിൽപ്പന നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ആർട്ട് വർക്ക് ഇവരുടെ പേജിലേക്ക് വരുന്നതാണ് ഇവിടെ കാണാം. അതിൻ്റെ നമ്മുടെ ആർട്ട് വർക്ക് വെച്ചിട്ടുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കളക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽ പേജിലേക്ക് വന്നാൽ മതിയാവും. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ പബ്ലിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ കളക്ഷൻസ് എന്ന് കാണാം. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ 2 ഇമേജും കളക്ഷനിൽ ഇടാൻ പോവുകയാണ്. ഈ രണ്ട് ഇമേജും ഒരു കളക്ഷൻ ആക്കി ഇടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കളക്ഷൻസ് എടുക്കുക. ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ന്യൂ കളക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ കളക്ഷൻ നെയിം നമുക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നെയിം തന്നെ കൊടുത്താൽ മതിയാകും. എലിഗൻസ് അഡ്മിസ് ഷാഡോ ഓഫ് ലേഡി വിത്ത് റോസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. ദെൻ ഡിസ്ക്രിപ്ഷൻ്റെ സെക്ഷനിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഡിസ്ക്രിപ്ഷൻ തന്നെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി താഴെ നമ്മളുടെ ഈ കളക്ഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ആഡിങ് ഇമേജസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത, ഞാനിപ്പോൾ ഈ 2 ഇമേജ് മാത്രമാണ് കൊടുക്കുന്നത്, ഫസ്റ്റ് ഇമേജും സെക്കൻഡ് ഇമേജും. ഓക്കെ, അതുപോലെ ഈ ഒരു തമ്പനെയിൽ നമുക്ക് ഈ ഒരു ഇമേജ് ലോഗോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് എ ലോഗോ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മുടെ ഒരു സാമ്പിൾ പോലെ അവർക്ക് കസ്റ്റമേഴ്സിന് കാണാൻ സാധിക്കും. ആവശ്യമുള്ള ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആദ്യം അപ്ലോഡ് ചെയ്യണം ഇമേജ്, എന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. ദെൻ സബ്മിറ്റ് കൊടുക്കുക. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് വേണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ ചില ടൈം ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് കളക്ഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഇമേജ് അതിൽ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ഒരു സെക്ഷനിലേക്ക് തിരിച്ചു പോകുക. അതായത് കളക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചില ടൈം 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇമേജസ് നോട്ട് ഇൻ കളക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ നമുക്ക് ആഡ് ചെയ്യേണ്ട ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ താഴെ ആഡ് സെലക്റ്റഡ് ഇമേജസ് ടു കാറ്റഗറി എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്യുക. ദെൻ ഓക്കെ ടൈപ്പ് ചെയ്യുക.
ഇത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. വീണ്ടും കൂടി ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ 2 ഇമേജ്. ഇതിൽ എത്ര ഇമേജ് വേണമെങ്കിലും ഒരു കളക്ഷൻസിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ രണ്ട് കളക്ഷൻ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കളക്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻചാൻറ്റഡ് റിയലം ഓഫ് യൂണിക്കോൺ, ആ യൂണിക്കോണിൻ്റെ ഇമേജസ് എല്ലാം വരും. അതുപോലെ തന്നെ സെക്കൻഡ് കളക്ഷൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റീസെൻ്റ്ലി ആഡ് ചെയ്ത ആ 2 ഇമേജ്. ഓക്കെ, ഇങ്ങനെ ഓരോ കളക്ഷൻ വൈസ് ആയിട്ട് നമ്മളുടെ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഇമേജസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക്, അതായത് ഏതെങ്കിലും സെയിൽ നടന്നാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ ഉള്ള ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ പേരിൻ്റെ അടുത്ത് തന്നെ സെറ്റിങ്സിൽ വീണ്ടും പോകുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം. ഇതിൽ പേപ്പാൽ ത്രൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കൗണ്ട് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് പേപ്പാൽ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് അതിൽ, കാരണം കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പേപ്പാൽ അക്കൗണ്ട് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇനിയുള്ള വീഡിയോസിലും കൂടുതൽ പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പേപ്പാൽ ത്രൂ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു പേപ്പാൽ അക്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കാര്യങ്ങൾ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് വിൽപ്പന നടത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലും ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ ഇതിൽ ഒരുപാട് കമ്മ്യൂണിറ്റി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത്, ഫോറമാണിത്, ആർട്ടിസ്റ്റുകളുടെ ഫോറമാണ്. ഇതിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഇതെല്ലാം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ താല്പര്യമുള്ള ആളുകൾ അത് മേടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ആർട്ട് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള ഫോറം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ഇതുപോലുള്ള ഇമേജസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ വിൽപ്പന നടത്തുന്ന ഇമേജസ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. സാധാരണ ഒരുപാട് ഇമേജസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുപോലെ നമുക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്ത് സെയിൽ നടത്തിയിട്ട് നല്ല വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാനുള്ള ചാൻസ് വളരെയധികമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. fineartamerica.com. മാക്സിമം ഇമേജസുകൾ അപ്ലോഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. സെയിൽസ് ലഭിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേജ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഈ ഒരു പ്രൊഫൈൽ പേജിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് കിട്ടും. ഫൈൻ ആർട്ട് അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ തന്നെ 2 വിസിറ്റേഴ്സ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. 2 വിസിറ്റേഴ്സ് കണ്ടിട്ടുണ്ട് ഇതിൽ. അപ്പം പ്രൊമോട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിസിറ്റേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുകയും കൂടുതൽ സെയിൽസ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇമേജ് അല്ലെങ്കിൽ ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ ഗ്രൂപ്പുകളുണ്ട്. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. സെയിൽസ് ലഭിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.